പാർവതി നിനക്കെന്താ ബോധമില്ലേ? നീ എന്താ ഈ കാണിച്ചു വെച്ചിരിക്കുന്നത്? പഠിപ്പും വിവരമില്ലാത്ത മരക്കഴുത. എടുത്തൊന്ന് പോയിവിടുന്ന യൂസ്ലെസ്. ഞാൻ വിശാൽ സാറിന് വേണ്ടി ഉണ്ടാക്കിയതാ ഇത്. എണ്ണമായി മാറ്റാനാ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്ത്. ഓ, നിന്നോട് സംസാരിച്ചിട്ടേ ഒരു കാര്യമില്ല. മരമണ്ടിയായ നിന്നോടെ ഞാൻ എന്ത് പറയാനാ? വിശാൽ സാർ, നീ ഈ ചുരുട്ടിക്കൂട്ടി എറിഞ്ഞതല്ല എന്റെ പ്രോജക്ട് റിപ്പോർട്ടാ. Stupid. എനിക്ക് നിന്റെ മുഖം ഇനി കാണണ്ട. Idiot. വിശാൽ സാറിന് ഇഷ്ടാവൂന്ന് കരുതിയാ ഞാൻ കഷ്ടപ്പെട്ടിതൊക്കെ ഉണ്ടാക്കിയത്. നീ വിശാലിന് വേണ്ടി വടയുണ്ടാക്കി, അത് ഓക്കെ പാർവതി. പിന്നെ നീ എന്താ ചെയ്തു വെച്ചെന്ന് നിനക്കൊല്ല ബോധമുണ്ടോ? ഞാൻ വടയിലെ എണ്ണമായി മാറ്റിയായിരുന്നു അപ്പച്ചി. Stop it. I say stop it. നിനക്ക് കണ്ടാ മനസ്സിലാവില്ലേ ഇത് ലീഗൽ പേപ്പേഴ്സ് ആണെന്ന്? അയ്യോ, ഓഫീസ് പേപ്പേഴ്സിൽ എടുത്ത് ടിഷ്യൂ പേപ്പർ പോലെ തുടച്ചോണ്ടിരിക്കോ? അയ്യോ, ഓഫീസ് പേപ്പേഴ്സ് ആണോ ഇങ്ങനെ ചുരുട്ടിക്കുട്ടി കളഞ്ഞേക്കുന്നേ? കഷ്ടായി പോയല്ലോ. എന്ത് പറയാനാ ജാസ്മിൻ? നാനോ വിഷൻ കമ്പനിക്ക് വേണ്ടി ഡീൽ ഓക്കെ ആക്കി സൈൻ ചെയ്ത പേപ്പേഴ്സാ. അയ്യോ, അത് ഓഫീസ് പേപ്പർ ആണെന്ന് അവക്ക് എങ്ങനെ അറിയാം? പാവം. എന്ത് പാവം? ഇത് ഓഫീസ് പേപ്പേഴ്സ് ആണെന്ന് അറിയില്ലെങ്കിലേ അറിയുന്നവരോട് ചോദിക്കണം. വിശാൽ, നീ എന്തിനാ ഈ കടലാസുകൾ ഇവിടെ വെച്ചിട്ട് പോയത്? അച്ഛമ്മേ, മുകളിലെ റൂമിൽ ഡ്രസ് ചേഞ്ച് ചെയ്യാൻ വേണ്ടി പോയതാ. എല്ലാം സൈൻ ചെയ്ത പേപ്പേഴ്സ് ആയിരുന്നു. പാർവതിക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങളോടെങ്കിലും ഒന്ന് ചോദിക്കായിരുന്നു. ഞാനും ആന്റി ഇവിടെ തന്നെ ഉണ്ടായിരുന്നല്ലോ, അല്ലേ ആന്റി? ഞാൻ ചോദിച്ചിരുന്നല്ലേ, അപ്പച്ചോട് ചോദിച്ചിട്ടല്ലേ ഞാനിത് ചെയ്തേ. നീനോട് ചോദിച്ചു, അത് ശരിയാ. പക്ഷെ ഞാൻ പറഞ്ഞു ഈ പേപ്പർ പോയി എടുക്കാൻ. ഞാൻ പറഞ്ഞത് ന്യൂസ് പേപ്പറോ ടിഷ്യൂ പേപ്പറോ അങ്ങനെ വല്ല പേപ്പറോ എടുക്കാനാ. ന്യൂസ് പേപ്പർ ഏതാ ഓഫീസ് പേപ്പർ ഏതാന്ന് നിനക്ക് തിരിച്ചറിയാനായിട്ടില്ലടി മണ്ടി. അങ്ങനെയുള്ള ഇവളെയാ ഗായത്രി ഗ്രൂപ്പ് ഓഫ് കമ്പനിയുടെ തലപ്പത്ത് കയറ്റി ഇരുത്താൻ പോകുന്നത്. അതും ഇതും തമ്മിൽ എന്ത് ബന്ധം സുശീലേ? നീ കാട് കയറി ചിന്തിച്ചു കൂട്ടണ്ട. അമ്മ അല്ലെങ്കിൽ ഇവളെ സപ്പോർട്ട് ചെയ്തല്ലേ സംസാരിക്കൂ. ഈ കടലാസിന് എന്താ കുഴപ്പം? കുറച്ചെണ്ണ പറ്റി, അത്രയല്ലേ ഉള്ളൂ. ഓയിലി ആയിട്ടുള്ള പേപ്പർ കമ്പനിയിൽ പ്രസന്റ് ചെയ്താലേ അവര് നമ്മളെ ചീപ്പായിട്ട് കാണും അച്ഛമ്മേ. നിങ്ങളാരും പാർവതിയെ ആദ്യ പിടിപ്പിക്കണ്ട. വിശാലിനറിയാം എന്ത് ചെയ്യണമെന്ന്. കഴിഞ്ഞത് കഴിഞ്ഞു വിശാൽ. നീ എന്താണെന്ന് വെച്ചാ ബുദ്ധിപൂർവം ചെയ്യ. ഞാനൊന്ന് സംസാരിച്ചു നോക്കാം. വലിയ ഹോപ്പൊന്നുമില്ല. പാർവതി, ഇനിയെങ്കിലും നീ ഇത്തരം ബുദ്ധിമോശങ്ങൾ കാണിക്കരുത്. എന്തെങ്കിലും സംശയം തോന്നിയാ അറിവുള്ള ഞങ്ങളോട് ചോദിക്കാനുള്ള മനസ്സെങ്കിലും നീ ഒന്ന് കാണിക്കും. നീ വേസ്റ്റ് പേപ്പർ കൊണ്ട് എന്ത് ചെയ്യാൻ പോവാ? അതുകൊണ്ടേ നിന്റെ കണ്ണീര് പോലും തുടയ്ക്കാൻ പറ്റില്ല. ഇതെല്ലാം നേരെയാക്കാൻ പറ്റുമെന്ന് നോക്കട്ടെ അപ്പച്ചി. നീ ഇനി എന്തൊക്കെ കാണിച്ചാലേ അതിൽ നിന്ന് ഓയിൽ പോവാൻ പോകുന്നില്ല പാർവതി. പറയാൻ പറ്റില്ല ജാസ്മിനെ. അവൾ എന്തെങ്കിലും മാജിക് ഒക്കെ കാട്ടി അത് മാറ്റും. മായാജാലക്കാരിയല്ലേ. എന്തായാലും പാർവതി കഷ്ടപ്പെട്ടുണ്ടാക്കിയതല്ലേ. ഒരുപാടെങ്കിലും കഴിക്കൂ വിശാൽ. എനിക്കൊന്നും വേണ്ട.
ഇന്നത്തെ ദിവസം പോയി. പാർവതി, നിന്റെ ഈ വേസ്റ്റും ചുരുട്ടിക്കൂട്ടി എറിഞ്ഞ പേപ്പറുകളൊക്കെ എടുത്ത് വേഗം കൊണ്ടുപോയി ഡസ്റ്റ്ബിനിലിട്. എന്നിട്ട് ഇവിടെയൊക്കെ ഒന്ന് വേഗം ക്ലീൻ ആക്ക്. മോള് കരയണ്ട, സാരമില്ല, പോട്ടെ. മൂളിപ്പാട്ടും ഡാൻസും ഒക്കെ ആയിട്ട് ആള് നല്ല മൂഡിലാണല്ലോ. എന്താ കാര്യം? ഞാൻ ഇന്ന് വളരെ ഹാപ്പിയാണ് ആന്റി. ഇന്ന് ഈ നിമിഷം ലോകത്ത് ഏറ്റവും വലിയ സന്തോഷവതി ആരാണെന്ന് ചോദിച്ചാ അത് ഞാനായിരിക്കും ആന്റി. അതാ ഞാൻ ചോദിച്ചേ, ആ സന്തോഷത്തിന്റെ കാര്യം എന്നോടും കൂടി ഒന്ന് പറയാൻ. അത് കേട്ട് ഞാനും കൂടി ഒന്ന് സന്തോഷിക്കട്ടെ. ആ പാർവതിയെ വിശാല് ഷൗട്ട് ചെയ്ത് കണ്ടപ്പോ എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷം തോന്നി. ഒരു തല്ലൂടെ കൊടുത്തിരുന്നെങ്കിൽ ആ സന്തോഷം ഇരട്ടിയായനെ. കറക്റ്റ് സമയത്ത് അങ്ങനെ ഒരു ബുദ്ധി ആന്റിക്ക് തോന്നിയത് കൊണ്ട് അവൾക്കൊരു മുട്ടം പണി കൊടുക്കാൻ പറ്റി. അവളുടെ നെകളിപ്പ് കണ്ടിട്ടേ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ലായിരുന്നു. രാവിലെ അവളുടെ മുമ്പിൽ വെച്ച് വിശാല് സാമ്പാർ മോശമാണെന്ന് പറഞ്ഞപ്പോ ഇതിൽ പല ഇൻസൾട്ട് എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. സാമ്പാർ ആവുമ്പോ ചിലപ്പോ സക്സസ് ആവും, അല്ലെങ്കിൽ ഫ്ലോപ്പ് ആവും, അല്ല ആന്റി? ജാസ്മിൻ, ഇതുപോലെ അല്പം ബുദ്ധി കറക്റ്റ് സമയത്ത് നിന്റെ തലയിൽ വർക്ക് ചെയ്യാൻ തുടങ്ങിയ നമുക്ക് വിശാലിനെ പാർവതിയും ഈസി ആയിട്ട് രണ്ടിനെ രണ്ട് പാത്രത്തിലാക്കാൻ പറ്റും. ആന്റി എന്റെ ഒപ്പം ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് രണ്ടാളും തെറ്റിക്കാം. ഞാൻ എപ്പോഴും നിന്റെ ഒപ്പം ഉണ്ട് മോളെ. എനിക്ക് ഒരൊറ്റ ആഗ്രഹമേ ഉള്ളൂ, ആ പാർവതി ഈ വീട്ടിലെ മരുമോളായി വാഴിക്കരുത്. അതിന് എന്റെ ഫുൾ സപ്പോർട്ട് എപ്പോഴും ഉണ്ടാവും. അവളുടെ കുലസ്ത്രീ പട്ടം എന്ന് നീക്കോട്ട് തെറിപ്പിക്കണം. ഹോ, നീ എന്റെ മുത്താടി. അയ്യോ, എന്താടി ഒന്ന് പോടുന്നു. മുത്തശ്ശ, 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 മുത്തശ്ശ ഒന്ന് വാതില് തുറന്നേ. എന്താ മുത്തശ്ശ വാതില് തുറക്കാൻ വൈകിയേ? ഉറക്കായിരുന്നോ? ഒന്ന് മയങ്ങിപ്പോയി. ആ, ദാ ചായ. മെല്ലെ. രാവിലെ ചായ കുടിക്കുന്ന ശീലം ഉണ്ടാവോ മുത്തശ്ശന്? ഉണ്ട്.
അയ്യോ മുത്തശ്ശ സൂക്ഷിച്ച്, നല്ല ചൂടുണ്ടാവും. അല്ല ഇനിയിപ്പോ ഇത്രയും ചൂട് വേണ്ടെങ്കിൽ പറഞ്ഞാ മതി, ഞാൻ കൊണ്ടുപോയി തണുപ്പിച്ച് കൊണ്ടുവരാം. ആഹാ, നല്ല ചായ. മോളുണ്ടാക്കിയതാണോ? ചായ ആയാൽ ഇങ്ങനെ വേണം, ആവശ്യത്തിന് മധുരവും കടുപ്പവും. മുത്തശ്ശൻ ഇടത് കൈ കൊണ്ടാണോ ചായ കുടിക്കുന്നത്? വലത് കൈക്ക് എന്തു പറ്റി? എന്റെ അമ്മ എപ്പോഴും പറയും ഇടത് കൈ കൊണ്ട് ഒന്നും വാങ്ങുകയോ കൊടുക്കുകയോ ചെയ്യരുതെന്ന്. അതുകൊണ്ടാ ഞാൻ ചോദിച്ചേ. എനിക്ക് ഇടത് കൈയാ മോളെ വശം. എന്ത് ചെയ്യാനാ, ജന്മനാലുള്ള വൈകല്യം, അത് മാറ്റാനാവില്ലല്ലോ. മുത്തശ്ശ, ഇന്നലെ പാതിരാത്രിക്ക് ശേഷം മുത്തശ്ശൻ എന്തിനാ മുറിക്ക് പുറത്തിറങ്ങിയത്? ഇന്നലെ പാതിരാത്രിയില് ഞാൻ പുറത്തിറങ്ങിയെന്നോ? ഹേയ്, മോക്ക് തോന്നിയതായിരിക്കും. എനിക്ക് തോന്നിയതൊന്നുമല്ല. ഈ വടിയും കൊണ്ടേ മുറിയിലേക്ക് കയറിപ്പോകുന്ന മുത്തശ്ശനെ തന്നെ ഞാൻ കണ്ടത്, അതിലൊരു സംശയമില്ല. ആ, ശരിയാ. ഇന്നലെ എപ്പോഴോ പെട്ടെന്നൊരു ഇടിയും മിന്നലും ഒക്കെ ഉണ്ടായി. പിന്നെ ഉറങ്ങിയില്ല. ഫാനിന്റെ കാറ്റില്ലാത്തോണ്ട് കറണ്ടില്ല എന്ന് മനസ്സിലായി. അങ്ങനെ ഞാൻ പുറത്തേക്കൊന്ന് ഇറങ്ങി നടന്നതാ. ഇത്രയും സമ്മതിച്ച സ്ഥിതിക്ക് ഞാൻ ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ മുത്തശ്ശ? മോള് ചോദിക്കേ. മോക്ക് എന്താ അറിയേണ്ടത്? അത് മുത്തശ്ശൻ എന്തിനാ ഗായത്രി അമ്മയുടെ ഫോട്ടോയ്ക്ക് മുമ്പിൽ ചെന്ന് നിന്നത്? എന്റെ പൊന്നു മോളെ, ഞാനൊന്ന് കാറ്റ് കൊള്ളാൻ പുറത്തേക്ക് ഇറങ്ങിയതാ. ഇറങ്ങിയപ്പോ ഒന്ന് നടക്കാൻ തോന്നി. സ്റ്റെപ്പുകളുടെ എണ്ണം നോക്കിയപ്പോ മോള് ഗായത്രി അമ്മയുടെ ചിത്രം കാണിച്ചിരുന്ന സ്ഥലമാണെന്ന് മനസ്സിലായി. അങ്ങനെ അവിടെ നിന്നതാ. അതെയോ? ആ, പിന്നെ ഞാനൊരു രഹസ്യം പറയട്ടെ? പറയൂ പാർവതി, ഞാൻ ആരോടും പറയില്ല. മുത്തശ്ശനെ ഈ വീട്ടിലേക്ക് അയച്ചത് ഗായത്രി അമ്മയാണെന്ന് ഞാൻ പറഞ്ഞ മുത്തശ്ശൻ വിശ്വസിക്കോ? അല്ല, എന്തുപറ്റി ഇപ്പൊ അങ്ങനെ ഒരു തോന്നലുണ്ടാവാൻ? സത്യം അതാ മുത്തശ്ശ. ഗായത്രി അമ്മ എന്നോട് പറഞ്ഞു മുത്തശ്ശനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരണമെന്ന്. ചില സ്വപ്നങ്ങൾ ഫലിക്കും മോളെ. ഞാൻ വിശ്വസിച്ചു. നീ പറയുന്നത് ആര് വിശ്വസിച്ചില്ലെങ്കിലും ഞാൻ വിശ്വസിക്കും. പിന്നെ മോളെ, നാളെയല്ലേ മോളെ വിശാൽ സാറിന്റെ പിറന്നാള്? അതെ മുത്തശ്ശ, നാളെ വിശാൽ സാറിന്റെ ജന്മദിനം. അല്ല, വിശാൽ സാറിന്റെ ജന്മദിനം നാളെയാണെന്ന് മുത്തശ്ശൻ എങ്ങനെ അറിയാം? ഇവിടെ ആരോ പറയുന്ന കേട്ടു. ഞാൻ കേട്ടത് ശരിയാണോ മോളെ? നാളെ വിശാൽ സാറിന്റെ പിറന്നാളാണോ? അതെ മുത്തശ്ശ, നാളെ തന്നെ വിശാൽ സാറിന്റെ ജന്മദിനം. വിശാൽ സാറിന്റെ പിറന്നാളിന്റെ അന്ന് ഈ കരക്കാർക്കെല്ലാം ഗായത്രി അമ്മ സമ്മാനം നൽകുമായിരുന്നു. ആ സമ്മാനം ഞാനും ആൾക്കൂട്ടത്തിൽ നിന്ന് വാങ്ങിയിട്ടുണ്ട്. അതെല്ലാം ഇന്നലെ കഴിഞ്ഞ പോലുണ്ട്. മോൾക്കറിയോ, എന്റെ പിറന്നാളും നാളെയാണ്. അതെ മുത്തശ്ശ. എന്നാ എന്റെ മുൻകൂർ ജന്മദിന ആശംസകൾ. ഒപ്പം എന്റെ വക ഒരു പിറന്നാൾ സമ്മാനം കൂടി ഉണ്ട് കേട്ടോ. അതെന്താ മോളെ? അത് നന്നായി മോളെ. ഇത് മുഖത്തുണ്ടെങ്കി ഒരു ബലവാ. ശരി മുത്തശ്ശ, മുത്തശ്ശൻ ചായ കുടിച്ചോ? ഞാനൊന്ന് അടുക്കളയിലോട്ട് പോട്ടെ. വടയിലെ എണ്ണമായി മാറ്റിയായിരുന്നു അപ്പച്ചി. Stop it!
I say stop it. നിനക്ക് കണ്ടാ മനസ്സിലാവില്ലേ ഇത് ലീഗൽ പേപ്പേഴ്സ് ആണെന്ന്? അയ്യോ, ഓഫീസ് പേപ്പേഴ്സിൽ എടുത്ത് ടിഷ്യൂ പേപ്പർ പോലെ തുടച്ചോണ്ടിരിക്കോ? വിശാൽ സാർ ആദ്യമായിട്ടാ എല്ലാവരുടെയും മുന്നിൽ വെച്ച് എന്നോട് ദേഷ്യപ്പെടുന്നത്. ആന്റിയും ജാസ്മിനും മനഃപൂർവ്വം എന്നെ കുടുക്കിയതാ. എന്താ പാറു, നീ എന്താ ഇത്ര കാര്യമായി ആലോചിക്കുന്നത്? നിന്റെ മുഖം വാടിയിരിക്കുകയാണല്ലോ, എന്താ പ്രശ്നം? ഒന്നും പറയണ്ട മണിക്കുട്ട, ഞാനൊരു വലിയ തെറ്റ് ചെയ്തു. അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല, എന്നെ കൊണ്ട് ചെയ്യിച്ചതാ. വിശാൽ സാറ് എന്നെ ഒരുപാട് വഴക്ക് പറഞ്ഞു. എന്താ പാർവതി, താഴെ വിശാൽ ബ്രോ ഉച്ചത്തിൽ വഴക്ക് പറയുന്ന കേട്ടല്ലോ, നിന്നോടായിരുന്നോ? അതെ, അത്രയ്ക്ക് വലിയ തെറ്റാ ഞാൻ ചെയ്തത്. സാറിന് അത് ഒരുപാട് വിഷമമായിട്ടുണ്ട്. ശരിക്കും എന്താ ഉണ്ടായേ? പേപ്പർ കൊണ്ട് വട നന്നായിട്ട് അമർത്തിയാ മതി. ഓയിലെല്ലാം പേപ്പർ പിടിച്ചെടുത്തോളൂ. പാർവതി, നിനക്കെന്താ ബോധമില്ലേ? നീ എന്താ ഈ കാണിച്ചു വെച്ചിരിക്കുന്നത്? പഠിപ്പും വിവരമില്ലാത്ത മരക്കഴുത. നീ കരയാതെ പാർവതി, നീ മനഃപൂർവ്വം ചെയ്തൊന്നും അല്ലല്ലോ, അറിയാതെ സംഭവിച്ചല്ലേ? അറിയാതെ പറ്റിയതാണെങ്കിലും വിശാൽ സാറിന് ഒരുപാട് നഷ്ടം സംഭവിച്ചിട്ടുണ്ടാവും. അതാ പാറുവിനോട് ദേഷ്യപ്പെട്ടത്. അത് ശരി തന്നെ, പക്ഷെ ദുശീലാന്റിയും ജാസ്മിനും ചേർന്ന് ഇവളെ കൊണ്ടത് ചെയ്യിച്ചതല്ലേ? ആ കാര്യം നീ വിശാൽ ബ്രോയോട് തുറന്നു പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. എന്ത് തന്നെ ആയാലും ഞാൻ ചെയ്തത് തെറ്റ് തന്നെയല്ലേ? അതിനുള്ള ശിക്ഷ ഞാൻ അനുഭവിക്കുക തന്നെ വേണം. നീ മാത്രമല്ല, ആ അമേരിക്കക്കാരി പൊങ്ങച്ചക്കാരിയും ആ ജാസ്മിനും ഒക്കെ അനുഭവിക്കണം. മുന്നും പിന്നും നോക്കാതെ ഇവള് കാണിച്ച തെറ്റിന് അവരെ കുറ്റം പറഞ്ഞിട്ട് എന്താ കാര്യം? പാർവതി, വിശാൽ ബ്രോ അപ്പോഴത്തെ ദേഷ്യത്തിന് അങ്ങനെ പറഞ്ഞതാ. നീ അതങ്ങ് മറന്നേക്ക്. നീ നോക്കിക്കോ, ഇന്ന് തന്നെ വിശാൽ ബ്രോ നിന്റെ അടുത്തേക്ക് വരും, പിണക്കമൊക്കെ മാറ്റുകയും ചെയ്യും. പിന്നെ ഇനി ഇങ്ങനെയുള്ള മണ്ടത്തരങ്ങളൊക്കെ കാണിക്കുന്നതിന് മുൻപേ ചെയ്യുന്ന കാര്യം ശരിയാണോ എന്ന് 2 വട്ടമെങ്കിലും ആലോചിക്കണം. മനസ്സിലായോ? ഞാൻ വിശാൽ സാറിനെ ഒന്ന് കാണട്ടെ. അയ്യോ വേണ്ട മണിക്കുട്ട, നീ ഇനി ഒന്നും പോയി പറയാൻ നിൽക്കണ്ട. ഞാൻ തന്നെ സാറിനോട് പോയി മാപ്പ് ചോദിച്ചോളാം. കാര്യം ഞാൻ പറയാം, നീ മാപ്പ് ചോദിച്ചാ മതി. അയ്യോ മണിക്കുട്ടാ, നീ അതിനെ കുറിച്ച് ഇനി കൂടുതൽ ആലോചിക്കാതെ നീ നിന്റെ ജോലി ചെയ്യാൻ നോക്ക്. മോളെ പാർവതി, ആ മുത്തശ്ശ, മോക്കൊരു സമ്മാനം തരാൻ വന്നതാ. ദാ ഇത് ഉദയനൂരമ്മയുടെ ഫോട്ടോ ആണല്ലോ. ഇത് മുത്തശ്ശൻ എങ്ങനെ കിട്ടി? അതെ, കണ്ണു കാണാൻ വയ്യാത്ത ആള് ഇതെങ്ങനെ സംഘടിപ്പിച്ചു?